ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിന്ധി കുക്കിയുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും മക്കൾക്ക് ലഞ്ച് ബോക്സിനാണെങ്കിലും രാത്രി ഡിന്നറിനാണെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇച്ചിരി ചായയോ തൈരോ അല്ലെങ്കിൽ അച്ചാറിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഏറ്റവും നമുക്കാണെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കുക. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നമുക്ക് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഗോതമ്പ് പൊടി നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം കടലമാവ് എടുക്കാനായിട്ട്. നമുക്കകത്ത് 1 ടീസ്പൂൺ ആണെങ്കിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ നമുക്ക് അരിമോദകം ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയൊന്ന് ക്രഷ് ചെയ്തത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ 1 സവാള പൊടിയായിരുന്നു അതും ഇട്ട് കൊടുക്കാം. പിന്നെ 5-6 പച്ചമുളക് മക്കൾ എത്ര എരിവ് കഴിച്ച് അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ടെടുക്കാം, 3 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് വേണം നമുക്ക് ആട്ട കുഴച്ചെടുക്കാനായിട്ട്. നല്ല ടൈറ്റായിട്ട് ആട്ട കുഴച്ചെടുക്കണം. എന്ന് വെച്ചാൽ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ഒത്തിരി ലൂസാക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് കുറേശ്ശെയായിട്ട്. പിന്നെ ഇങ്ങനെ കണ്ടമാനം നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന രീതി കുഴയ്ക്കാൻ പാടില്ല. ഇച്ചിരി ഒരു ക്രമ്പലി പോലത്തെ വരത്തില്ലേ ടെക്സ്ചർ, അങ്ങനത്തെ വേണം രീതി ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. മൊത്തം ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണിച്ചു തരുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എങ്ങനെ കുഴയ്ക്കുന്നതെന്ന്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ ഉള്ളുഭാഗം എങ്ങനെ ഇരിക്കുന്നു. അതുപോലെ വേണം നമുക്കെല്ലാം യോജിച്ചെടുത്താൽ മാത്രം മതി, കണ്ടമാനായിട്ട് കുഴയ്ക്കാൻ പാടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതുപോലെ നമുക്ക് കുറേശ്ശെ കയ്യെ ഇച്ചിരി വെള്ളം എടുത്തിട്ട് കുടഞ്ഞ് നമുക്ക് തോന്നുന്നുണ്ട് തീരെ ഇപ്പോൾ കുഴയ്ക്കാൻ പറ്റില്ലെന്ന് തോന്നുമ്പോൾ എന്നാലും ഇച്ചിരി വെള്ളം എടുത്ത് കുടഞ്ഞ് നമുക്കൊന്ന് കുഴച്ചെടുത്താൽ മാത്രമേ. ഉള്ളു കണ്ടോ മൊത്തം ഉള്ളു കുഴഞ്ഞിട്ടില്ല, കണ്ടോ. നമുക്ക് ഇതുപോലെ കുഴയ്ക്കാൻ ഗ്ലൂട്ടൻ പുറത്ത് വരാൻ പാടില്ല ആട്ടയുടെ, അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടമാനം കുഴയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് എന്തെല്ലാം ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ചപ്പാത്തി എടുക്കത്തില്ല, അതിനെക്കാട്ടും ഒരു പറാട്ടയ്ക്ക് ഉണ്ടാക്കുന്ന അത്ര ഒരു ഉരുള നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്കാണെങ്കിൽ ഇത് ഒരു തവ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഉരുള നമുക്ക് ആ തവയുടെ മേളിയൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇതുപോലെ നാക്കി പിന്നെ തിരിച്ചിട്ടിട്ട് ആ സൈഡ് അതുപോലെ നക്കിയെടുത്താൽ മതി. ഇത് നമുക്ക് പരുത്തിയെടുക്കാം. അപ്പോൾ ഇത് കണക്ക് നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ആദ്യം ഉരുള ഇതുപോലെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ പൊടിയുടെ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ കുറേശ്ശെ പൊടി എടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഷേപ്പ് വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ടൈറ്റായിട്ടുള്ള ആട്ടയില്ലേ കുഴച്ചേക്കാം, അപ്പം സൈഡിലൊക്കെ ക്രാക്സ് വീഴാൻ ചാൻസ് കൂടുതലാണ്. അതോ നിങ്ങൾക്ക് ഷേപ്പ് വേണമെങ്കിൽ എന്തെങ്കിലും കട്ടോരിയോ പ്ലേറ്റോ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഷേപ്പൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. സൈഡിലൊക്കെ പൊട്ടുന്നുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ നന്നായിട്ട് ഷേപ്പ് എടുത്തോളും. അപ്പോൾ ഇത് എനിക്ക് പരുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഉള്ളു വരെ വേവണം, അപ്പോഴേ നല്ലൊരു ബിസ്ക്കറ്റ് ടെക്സ്ചർ കിട്ടും കേട്ടോ. ഇനി അങ്ങനെ കഴിക്കാൻ നമുക്കിനി പൊട്ടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ഞാൻ പറഞ്ഞത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിപ്പം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നെയ്യാണേ ഒഴിച്ചു കൊടുക്കുന്നത്, തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഓട്ടപാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡ് പോലത്തെ പാത്രത്തിൽ നമ്മളിത് വെക്കണം. എന്ന് വെച്ചാണെങ്കിൽ പിന്നെ നമ്മളൊരു പ്ലേറ്റ് വെക്കുവാണെങ്കിൽ പിന്നെ അടിയുള്ള ഭാഗം മൊത്തം സോഗിയായിപ്പോകും കേട്ടോ. ഈർപ്പൊക്കെ തട്ടി നനവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സോഫ്റ്റ് ആയിപ്പോകും. അതുകൊണ്ടാണ് ഇതുപോലത്തെ എന്തെങ്കിലും സ്റ്റാൻഡിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുക. അതുകൊണ്ട് തണക്കട്ടെ. ആ നേരം കൊണ്ട് ഒരെണ്ണം കൂടി ഞാൻ ഇതുപോലെ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ഫ്രണ്ട്സ്, നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി അത്. നല്ല അടിപൊളിയാണ് കേട്ടോ, മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കണേ എന്നെ. പിന്നെ താഴെയാണെങ്കിൽ ഇപ്പം ബിൽഡിങ്ങിൽ താഴെ പണി നടക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഈ ഒച്ചയെല്ലാം വരുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇത് രണ്ടാമത്തത് ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചിട്ട് നെയ്യൊക്കെ തടവി നമുക്ക് നന്നായിട്ട് ഇതുപോലെ നാക്കിയെടുക്കാം. ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ഇതുണ്ടാക്കുക. അപ്പോൾ അതാ ചായയുടെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.